കർണാടക കോൺഗ്രസിലെ അധികാര തർക്കത്തിനൊടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ് സിദ്ധാരാമയ്യയുടെ വാർത്താസമ്മേളനം 3 മണിക്കുണ്ടാവും. സിദ്ധാരാമയ്യയുടെ രാജിയോടെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു ചേരുന്നു. വിഷ്ണു, പലതവണയുണ്ടായ വലിയ അധികാര തർക്കമാണ്. ഏറ്റവും ഒടുവിൽ സിദ്ധാരാമയ്യ സന്നദ്ധനായിരിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിതനായിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ എന്നാണോ? ചർച്ച വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അവസാനമായിക്കൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യ രാജിവെക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ MLA-മാരുടെ അടക്കം ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിലാണ് MLA-മാരോടൊക്കെ തന്നെ താൻ രാജിവെക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇത്തരത്തിൽ താൻ രാജിവെക്കുക എന്നതാണ്. ആ ഹൈക്കമാൻഡ് തീരുമാനം താൻ അംഗീകരിച്ചിരിക്കുന്നു, രാജിവെക്കുകയാണ് എന്നൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 2:00 തന്നെ സിദ്ധരാമയ്യ ലോക്ഭവനിലേക്ക് എത്തി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ 3 മണിക്ക് സിദ്ധരാമയ്യയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സിദ്ധരാമയ്യ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കർണാടകയിൽ വളരെ നാൾ നീണ്ടുനിന്ന അധികാര തർക്കത്തിനാണ് ഇപ്പോൾ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, വിഷ്ണു തലവൂർ സൂചിപ്പിച്ചതുപോലെ കർണാടക കോൺഗ്രസിലെ രാഷ്ട്രീയ നാടകങ്ങൾ, അധികാര തർക്കം ഒടുവിൽ ഹൈക്കമാൻഡിന് ഒരു പരിഹാരം കണ്ടെത്താനായിരിക്കുന്നു. സിദ്ധാരാമയ്യ രാജിവെക്കാൻ പോകുന്നു. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. 3 മണിയോടുകൂടി സിദ്ധാരാമയ്യയുടെ വാർത്താ സമ്മേളനവുമുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ.